ലോകമെമ്പാടും ഇനി ചർച്ച ചെയ്യാൻ പോകുന്ന സ്മാർട്ട് ഫോൺ, മോട്ടോറോളയുടെ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള സ്മാർട്ട് ഫോൺ, അവരുടെ ഏറ്റവും വലിയ സ്മാർട്ട് ഫോൺ എന്നൊക്കെ ഫോർമലി പറയണമെന്നുണ്ടെങ്കിലും അങ്ങനെയൊന്നും ഞാൻ പറയത്തില്ല. ഇത് മോട്ടോറോളയുടെ ഏറ്റവും വലിയ എഡ്ജ് 50 അൾട്ര ആണ്. അവന്മാർ പുതിയൊരു ഐറ്റമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അത് നമ്മൾ എങ്ങനെയാണെന്ന് എക്സ്പ്ലോർ ചെയ്യുന്ന ഒരു മിന്നൽ റിവ്യൂ ആണ് ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത്. മിന്നൽ റിവ്യൂ പറ്റി അറിയാത്തുണ്ടെങ്കിൽ സ്പീഡിൽ ഷ്യൂ എന്ന് പറഞ്ഞ രീതിയിൽ വേണ്ട കാര്യങ്ങൾ മാത്രം വേണ്ട രീതിയിൽ പറയും. പക്ഷേ പലപ്പോഴും അത് വലുതായിട്ട് നമ്മുടെ എഡിറ്ററിന് ഞാൻ പണി കൊടുക്കാറുണ്ട്. ബട്ട് നിങ്ങൾ ഇന്ന് കാണുന്നതിലൂടെ ഈ ഒരു മോട്ടോറോള എഡ്ജ് 50 അൾട്രയെ പറ്റി നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, അതുകൊണ്ട് അറിയാലോ, ഇവിടെ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്, അത് അമർത്തുക. ബോക്സിലേക്ക് വരുമ്പോൾ മോട്ടോറോള ഏറ്റവും കൂടുതൽ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ മണം തന്നെയാണ്. ഇതിനകത്ത് കണ്ടന്റ് അല്ല എനിക്ക് പറയാനുള്ളത്. എൻ്റെ പൊന്നടാവേ, ഇതുവരെ മാറിയിട്ടില്ല കേട്ടോ. അത് തള്ളാന്ന് വിചാരിക്കരുത്. ബാക്കിയുള്ള മോട്ടോറോളയുടെ നമ്മൾ എഡ്ജ് 50 ഫ്യൂഷനും പ്രോയും ഒക്കെ അൺബോക്സ് ചെയ്തപ്പോൾ മണത്തെ പറ്റി നമ്മൾ പറഞ്ഞിരുന്നു, ഫ്രാഗ്രൻസിനെ പറ്റി. അതിൻ്റെ ഡബിൾ ഉണ്ട് ഇതിനകത്ത്. റൂം മൊത്തം ഒരു നോർമൽ സൈസുള്ള റൂമാണ്, അത് മൊത്തം എയർ ഫ്രഷ്നർ പോലെ ആയി ഇത് അൺബോക്സ് ചെയ്തപ്പം. തള്ളല്ല, സീരിയസ് ആയിട്ട് പറഞ്ഞാൽ. സോ ആദ്യം തന്നെ നമുക്ക് മേളത്തെ ബോക്സ് നോക്കാം. ഇതിനകത്ത് കേസും അതേപോലെ തന്നെ നമുക്ക് പേപ്പർ വർക്ക്സും സിമേജറ്റർ പിന്നും ഒക്കെയാണ് വരുന്നത്. പിന്നെ നമുക്ക് ഫോൺ വരുന്നുണ്ട്. ഫോൺ ഒരു ടെമ്പററി പ്ലാസ്റ്റിക് പേപ്പറിൽ കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ 125 വാട്ട് സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ ടെർബോ പവർ ചാർജിങ്ങും അതേപോലെ അതിൻ്റെ കേബിളും വരുന്നുണ്ട്. ടൈപ്പ് സി ടു ടൈപ്പ് സി ആണ്. ഇതാണ് മോട്ടോറോള എഡ്ജ് 50 അൾട്രയുടെ പ്രീമിയം ഡിസൈൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ എഡിഷൻ വരുമല്ലോ, അതായത് അവരുടെ ഐക്കോണിക് ഡിസൈൻ. ഇതൊരു വുഡൻ ആണ് കേട്ടോ, റിയൽ വുഡാണ്. എൻ്റെ എഡിറ്റർ അല്ലെങ്കിൽ നമ്മുടെ ആളിനാൾ പറഞ്ഞത് ഇതിന് പോളിഷ് അടിക്കാന്നാണ്. അമ്മാതിരി റിയൽ വുഡാണ്. FSC സർട്ടിഫൈ ആയിട്ടുള്ള ഈ സെഗ്മെൻറ്റിലെ ഏക വുഡ് ഫിനിഷാണ് ഇത് വരുന്നത്. എനിക്ക് ഇഷ്ടപ്പെട്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് കുറച്ചുകൂടി വീഗൻ ലെതറാണ് കേട്ടോ ഇഷ്ടം. ഓൾസോ തടി കൊള്ളാം, ഭയങ്കര യുണീക്കായിട്ടാണ് എനിക്ക് തോന്നിയത്. കുറച്ചുകൂടി വുഡ് ഫ്രണ്ട്ലി, നേച്ചർ ഫ്രണ്ട്ലി ആണ്. ബാക്ക് കവർ കിട്ടുന്നുണ്ട്. മോട്ടോറോളയുടെ ബാക്ക് കവറിൻ്റെ പ്രത്യേകത നമ്മൾ മറ്റേ വീഡിയോയിൽ പറഞ്ഞിരുന്നു, ഭയങ്കരമായിട്ട് നല്ല രീതിയിൽ ബ്ലെൻഡ് ആവും. അതായത് ബാക്ക് റിയൽ ഡിസൈനും ഈ ബാക്ക് കവർ ഇട്ടാലും ആ ഒരു ഡിസൈൻ സെയിം ആയിട്ട് വരും. പക്ഷേ ഈ വുഡൻ ഫിനിഷിൽ നമ്മൾ ഐ ടു ഐ നോക്കുമ്പം ഒരു 70% ബ്ലെൻഡായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ IP68 പ്രൊട്ടക്ഷൻ കൊണ്ട് നമുക്ക് വെള്ളത്തിലൊക്കെ ഇടാൻ കുഴപ്പമൊന്നുമില്ല. അടുത്ത പറയാനുള്ളത് ഇതിൻ്റെ ഡിസ്പ്ലേ ആണ്. ഒരു 1.5K സൂപ്പർ HD POLED 3D കർവ്ഡ് ഡിസ്പ്ലേ ആണ്. 144 ഹെർട്സിൻ്റെ റീഫ്രഷ് ആയിട്ട് വരുന്നുണ്ട്. വേറെ ഈ സെഗ്മെന്റിൽ ഒരു ഫോണും തരുന്നില്ല. അതുപോലെ തന്നെ പാൻഡോൺ സർട്ടിഫൈഡ് ഡിസ്പ്ലേ ആണ്. ബെസ്റ്റ് ഡിസ്പ്ലേ ആണ്, ഒന്നും നോക്കണ്ട. ഈ ബഡ്ജറ്റിൽ കിട്ടാവുന്ന ഏറ്റവും ബെസ്റ്റ് ഡിസ്പ്ലേ. നിയർലി ഇത് തന്നെയാണ് നമുക്ക് പ്രോയ്ക്കകത്തും കിട്ടുന്നത്. ഈ കാണുന്നതൊക്കെ നിങ്ങൾക്ക് വായിച്ചു നോക്കി നിങ്ങൾക്ക് മനസ്സിലാവത്തില്ലെങ്കിൽ കുറേ അധികം ഫീച്ചേഴ്സ് ഉണ്ടെന്ന് മനസ്സിലാവുമല്ലോ. കേർവ്ഡ് ഡിസ്പ്ലേ ആണ്, ഭയങ്കര രസമാണ് കേട്ടോ. മോട്ടോറോള ഡിസ്പ്ലേ ഫാൻ എന്ന് വേണേൽ പറയാം ഞാൻ. ഫ്യൂഷൻ്റെ ആയാലും പ്രോയുടെ ആയാലും ഇതിങ്ങനെ എടുത്ത് നിൽക്കും. പിന്നെ പറയാനുള്ളത് AI ഫീച്ചേഴ്സ്. മോട്ടോറോളയും AI ഫീച്ചേഴ്സിലേക്ക് കടന്നിരിക്കുകയാണ്. ധാരാളം AI ഫീച്ചേഴ്സ് നമുക്കിനകത്ത് കാണാൻ പറ്റും. ജനറേറ്റീവ് AI തമ്മിലുള്ള ആ ഒരു മിംഗിളിൽ വന്നേക്കുന്ന എന്താ പറയുന്നത്, മോട്ടോ ക്യാൻവാസ്, മാജിക് ക്യാൻവാസ് ഇതിനകത്ത് നമുക്ക് അവൈലബിൾ ആണ്. അതായത് നമുക്ക് ജനറേറ്റീവ് AI നമ്മൾ ടെക്സ്റ്റ് അടിച്ച് കൊടുത്ത് ഓരോന്നും ഉണ്ടാക്കത്തില്ലേ, ആ സംഭവം തന്നെ നമുക്ക് ഇതിനകത്ത് ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. ഇതിൽ എനിക്ക് ഇഷ്ടപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇത് വാൾപേപ്പറിൽ നമുക്ക് ഇൻബിൽട്ട് ആയിട്ട് വരും. അതായത് നമ്മൾ പെട്ടെന്നൊരു പരിപാടിക്ക് പോവാണ്, കല്യാണത്തിനൊക്കെ പോവാണ്, കുറേ പേര് വരും. അപ്പം നമുക്ക് അവരെ കാണിക്കാൻ വേണ്ടി നമുക്ക് നമ്മുടെ ഡ്രസ്സിൻ്റെ ഔട്ട്ഫിറ്റിൻ്റെ ഒരു ഫോട്ടോ എടുത്ത് കഴിഞ്ഞാൽ ഈ നിമിഷ നേരം കൊണ്ട് തന്നെ നമുക്കൊരു വാൾപേപ്പർ അതിനനുസരിച്ച് ജനറേറ്റ് ചെയ്ത് വരും. പിന്നെ ഈ സ്ക്രീനിൽ കാണുന്ന ഇത്രയും ഫീച്ചേഴ്സ് ഉണ്ടല്ലോ, ഇത്രയും ഫീച്ചേഴ്സ് നമുക്ക് ഈ ഒരു ഡിവൈസിൽ കിട്ടുന്നുണ്ട്. അത് കുറച്ചുകൂടി ബെറ്റർ ആക്കുന്നുണ്ട് ഫോണിനെ. കൂടാതെ നമുക്ക് ഗൂഗിളിൻ്റെ കുറച്ച് AI ഫീച്ചേഴ്സും ഇതിനകത്ത് അവൈലബിൾ ആണ്. അടുത്തായിട്ട് ഇതിൻ്റെ ക്യാമറയാണ് കേട്ടോ. ഒരു 50 മെഗാ മെയിൻ OIS ക്യാമറയും ഒരു 50 മെഗാ അൾട്രാ വൈഡ് പ്ലസ് മാക്രോ അതിൽ തന്നെ വരുന്നുണ്ട്. പിന്നെ മറ്റൊരു 64 മെഗാ 3x ടെലിഫോട്ടോ OIS ക്യാമറ നമുക്ക് വരുന്നുണ്ട്. അതാണ് ടെലിഫോട്ടോ ലെൻസ് ഈ താഴെ ഇരിക്കുന്നത്. 4K 60 FPS നമുക്ക് റിയറിൽ വീഡിയോസ് എടുക്കാൻ പറ്റും. പിന്നെ ക്യാമറ കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ UI എടുത്ത് പറയാതിരിക്കാൻ വയ്യ കേട്ടോ. അത്രയ്ക്കും മനോഹരമായിട്ടുള്ളൊരു UI ആണ് അത് വരുന്നത്. അതിനകത്ത് നമുക്ക് സ്ലോ മോഷനൊക്കെ പക്കയായിട്ട് എടുക്കാൻ പറ്റും. അതുപോലെ തന്നെ സ്റ്റെബിലൈസേഷനകത്ത് ഹൊറൈസൺ ലോക്കും അങ്ങനത്തെ കുറേ ഐറ്റംസ് എനിക്ക് ഫേവറേറ്റ് ആയിട്ടുള്ള, എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കുറേ സാധനം കിട്ടും. പിന്നെ അതുപോലെ ഫ്രണ്ടിൽ 50 മെഗാ ആൻഡ് ഈ പോർട്രേറ്റ് ഫ്രണ്ടിൽ നല്ല രസമാണ്. ഫോർ എക്സാമ്പിൾ ഈ കാണുന്ന പിക്ചേഴ്സൊക്കെ. പിന്നെ പ്രോ മോഡിനകത്ത് എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി വൃത്തിയായിട്ട്, അല്ലേ, നമുക്ക് ഒരു ഫോട്ടോഗ്രാഫിക്ക് ഇഷ്ടപ്പെടുന്നവർക്ക് കുറച്ചുകൂടി നമുക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള രീതിയിൽ പ്രോ മോഡൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ വേറെ കാര്യം, നമ്മുടെ അഡോബ് സ്കാൻ ഇല്ലടാ, അഡോബിയുടെ സ്കാൻ, അത് നമുക്ക് ഇതിനകത്ത് സ്കാൻ എന്ന് പറഞ്ഞ നടപ്പുണ്ട്. ഇത് പവർഡ് ബൈ അഡോബിയാണ്. ഡയറക്റ്റ് അത് ഇൻബിൽട്ട് ആയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ എനിക്കിത് ഭയങ്കര യൂസ്ഫുൾ ആണ്. എല്ലാവർക്കും ആവണമെന്നില്ല. അടുത്തത് 4500 mAh ബാറ്ററി കപ്പാസിറ്റിയാണ് മോട്ടോറോള കൊണ്ടുവന്നേക്കുന്നത്. പിന്നെ 125 വാട്ടിൻ്റെ ടെർബോ ചാർജിങ് ഉണ്ട്. അത് സൂപ്പർബാണ് കേട്ടോ. ഇതിനകത്ത് അടിപൊളി സാധനമാണ്. അതുപോലെ 50 വാട്ടിൻ്റെ വയർലെസ് ചാർജിങ്ങും ടെർബോ ചാർജിങ് എന്ന ലേബലിൽ വരുന്നുണ്ട്. അതും പ്രട്ടി ഗുഡാണ് ഈ ഒരു പ്രൈസിനും. അതുപോലെ 10 വാട്ടിൻ്റെ വയർലെസ് പവർ ഷെയറിംഗ് ഉണ്ടല്ലോ, നമ്മുടെ ഫ്ലാഗ്ഷിപ്പ് ഡിവൈസുകളൊക്കെ വന്നേക്കുന്ന സാധനം, ഇതിൽ നിന്ന് നമുക്ക് പവർ കൊടുക്കാൻ പറ്റും. അതും നമുക്ക് ഇതിനകത്ത് കിട്ടുന്നുണ്ട്. പിന്നെ മൾട്ടിമീഡിയയുടെ കാര്യം പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. ഇതിൻ്റെ ഡോൾബി സ്റ്റീരിയോ സ്പീക്കേഴ്സും നമുക്കിതിനകത്ത് ഡിസ്പ്ലേ കാര്യം പറഞ്ഞു, ടോപ്പ് നോച്ച് ഡിസ്പ്ലേ ആണ് വരുന്നത്. ബാറ്ററി കപ്പാസിറ്റി ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ ഇതിൻ്റെ വ്യൂയിങ് ആംഗിൾസും സൂപ്പറാണ്. അതിലൂടെ ഈ സ്റ്റീരിയോ സ്പീക്കർ ഉണ്ടല്ലോ, ഡോൾബി സ്റ്റീരിയോ സ്പീക്കർ പ്ലസ് സ്പേഷ്യസ് സൗണ്ടിൻ്റെ സപ്പോർട്ട് നമുക്ക് വരുന്നുണ്ട്. ഇതിനകത്ത് എടുത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോൾബിയുടെ ഹെഡ് ട്രാക്കിങ്ങും ഹൈറസ് ഓഡിയോയും നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്.
അതായത് ഈ ബഡ്ജറ്റിൽ ഇതിനകത്ത് നമ്മൾ മൂവി ഒക്കെ കാണുവാണെങ്കിൽ സൂപ്പർ ആയിരിക്കും. സ്നാപ്ഡ്രാഗൻ്റെ 8S Gen 3 ആണ് നമുക്കിതിനകത്ത് വരുന്ന പ്രോസസ്സർ. ഐ തിങ്ക് 1.5 മില്യണോളം AnTuTu സ്കോർ, കറക്റ്റ് AnTuTu സ്കോർ ഞാൻ തരാം, റെഫർ ചെയ്തായിരുന്നു. ഇറ്റ്സ് വെരി ഗുഡ്, പ്രട്ടി ഗുഡ് ആണ് ഈ ഒരു പ്രൈസിന്. അതുപോലെ തന്നെ PUBG ഒക്കെ വളരെ സ്മൂത്ത് ആണ് അല്ലടാ. പക്ഷെ നല്ല രസം കേട്ടോ ഈ ഡിസ്പ്ലേ ഗെയിം കളിക്കാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ സ്ലീക്കായിട്ട് കർവായിട്ടൊക്കെ ഇരിക്കുമ്പോൾ. ഗൈസ്, ഞാൻ അറിയാതെ പുതിയ മെയിൽ ഐ ഡി തുടങ്ങിയിട്ട് വിസാർഡ് ക്യൂട്ടി എന്നാക്കിയിരിക്കുന്നു. എന്നിട്ട് ഏതോ കൊച്ചിൻ്റെ ഫോട്ടോയി. എനിവേ സ്മൂത്തിൽ എക്സ്ട്രീമും HDR എക്സ്ട്രീമും അവൻ്റെ iPhone 13 കിട്ടുന്ന സാധനം തന്നെയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ ലോങ് ടൈം റിലയബിലിറ്റി അത് നോക്കി തന്നെ ഇരിക്കേണ്ടിയിരിക്കുന്നു. പക്ഷേ സാധനം കൊള്ളാം കേട്ടോ, ഞാൻ ഇംപ്രസ് ആയി. 17 5G ബാൻഡ്സും Wi-Fi 7 സപ്പോർട്ടും ഉണ്ട്. Wi-Fi 7 സപ്പോർട്ടുണ്ട്. ദാറ്റ്സ് വെരി നൈസ്, മൂവിങ് ടുവേർഡ്സ് ബെറ്റർ. അതുപോലെ എനിക്ക് തോന്നുന്നു LPDDR5X ആണ് ഇത് റാം ടൈപ്പ്. സോ UI ഇതെനിക്ക് എടുത്ത് പറഞ്ഞേ പറ്റത്തുള്ളൂ. എനിക്കറിയാം സമയം കൂടുന്നത്, പക്ഷേ മിന്നലെന്നൊക്കെ പറഞ്ഞിട്ട് ഇച്ചിരി സ്ലോ മിന്നലാന്ന് തോന്നുന്നു. ഇതിൻ്റെ UI എടാ ഞാൻ ഭയങ്കര അഡിക്റ്റഡ് ആണ് അതിനോട്ട്. എടാ നമ്മളൊരു സ്മാർട്ട് ഫോൺ ഭംഗിയാവുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള, നമ്മൾ എങ്ങനെ അതിനോട് സംസാരിക്കും എന്നുള്ളതാണ് ഒരു ഡിവൈസുമായിട്ടുള്ള ഒരു എക്കോ സിസ്റ്റം. ആ സാധനം ശരിക്കും ഈ സ്റ്റോക്ക് ആൻഡ്രോയിഡിലൂടെ പക്കയായിട്ട് വരത്തുള്ളൂ. ആ സാധനം ഹെലോ UI കയറി വരിക. നിങ്ങൾ ശ്രദ്ധിച്ചോ, പല ആൾക്കാരും ആൻഡ്രോയിഡിലെ ബെസ്റ്റ് UI എന്ന് പറഞ്ഞാൽ ഹെലോ UIയിലോട്ട് വരുന്നുണ്ട്. UIയുടെ കാര്യം പറയുമ്പോൾ തന്നെ എനിക്ക് പറയാനുള്ളത് എക്കോ സിസ്റ്റം. സോ ദേ ആർ ബിൽഡിങ് ആൻ എക്കോ സിസ്റ്റം ലൈക്ക് ആപ്പിൾ, സാംസങ്. വലിയൊരു കാര്യമാണ് കാര്യം. ഇപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ഈ കട്ട് ചെയ്യരുതൊന്നും ആരും അറിയില്ല മല്ലയ്യ. മോട്ടോ ഡിവൈസുകളൊക്കെ നമുക്ക് കുറച്ച് ബഡ്ജറ്റ് തൊട്ട് നമുക്ക് അത്യാവശ്യം നല്ല ബഡ്ജറ്റ് വരുന്ന സാധനങ്ങൾ വരുന്നുണ്ട്. ഒരു എക്കോ സിസ്റ്റം വരുവാണെങ്കിൽ ദാറ്റ് വിൽ ഡെഫിനറ്റ്ലി ഹെൽപ്പ്. ദ ഫീച്ചേഴ്സ് ലൈക്ക് ആപ്ലിക്കേഷൻ നമുക്ക് പെട്ടെന്ന് ഷെയർ ചെയ്യാൻ പറ്റും, സ്ട്രീം ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഒരു കമ്പ്യൂട്ടർ, ഒരു കീബോർഡ് ആൻഡ് മൗസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എല്ലാ ഡിവൈസും കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ കുറേ സാധനങ്ങൾ. അപ്പം ഓൾമോസ്റ്റ് ഇത്രയുമാണ് ഈ ഒരു മോട്ടോ എഡ്ജ് 50 അൾട്രയുടെ ഒരു ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത് വരുന്ന പ്രൈസ് എനിക്കിപ്പോൾ കറക്റ്റ് അറിഞ്ഞുകൂടാ, കമൻറ്റിൽ പിൻ ചെയ്തേക്കാം. ഒരുപാട് ഏർലി ബിറ്റ് ഓഫേഴ്സ് കാണും, മോട്ടോറോള സാറിന് കൊണ്ടുവരാറുണ്ട്. സോ ഇത് എടുക്കാൻ നിൽക്കുന്നവർ ഇറങ്ങുമ്പോൾ തന്നെ എടുക്കാൻ നോക്കുക. കാര്യം അവർ ആ ഇൻസ്റ്റൻറ്റിൽ കൊണ്ടുവരുന്ന കുറച്ച് ബാങ്ക് ഡിസ്കൗണ്ടും ഏർലി ബിഡ് ഓഫേഴ്സും കാണും. അതിലൂടെ മേടിക്കുവാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് വെർത്തായിരിക്കും. സോ ദിസ് ഈസ് ദി മോട്ടോറോള എഡ്ജ് 50 അൾട്ര മിന്നൽ റിവ്യൂ എന്ന് പറഞ്ഞിട്ട് ഇച്ചിരി വലുതാക്കിയ റിവ്യൂ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണാം. അപ്പോൾ നിങ്ങൾക്ക് എന്താ തോന്നുന്നത് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട്? മോട്ടോറോളയുടെ ബാക്കിയുള്ള ഡിവൈസിൻ്റെ അത്രയും എത്തിയോ, അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടില്ലേ, നിങ്ങളുടെ ക്യാമറ സാമ്പിൾ ഉണ്ടെന്ന് തോന്നി എന്നുള്ള കാര്യങ്ങളൊക്കെ താഴെ കമൻറ്റ് ബോക്സിൽ നിറയ്ക്കണം. എല്ലാം പോയി. അപ്പം ഞാനും പോകുന്നു. മറ്റൊരു വീഡിയോ കണ്ടുപോട്ടാം.